ശേഖരേട്ടന് മാത്രം ഒരു വെപ്രാളമാണ്. ഇതിനു മുന്നത്തെ 2 കല്യാണത്തിനും അങ്ങനെ തന്നെയായിരുന്നു. അത് ഇപ്പോഴും പുള്ളിയുടെ മുഖത്തു നിന്നും മാറിയിട്ടില്ല. ശേഖരേട്ടാ, കല്യാണവും സദ്യയുമൊക്കെ കേമമായി കേട്ടോ. പലചരക്ക് കടക്കാരൻ തോമാച്ചേട്ടൻ ഒരു ചുരുട്ടിയ കവർ ശേഖരന്റെ കയ്യിലേക്ക് തിരികെ വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. വന്നതിൽ സന്തോഷം കേട്ടോ തോമാച്ചേട്ടാ. അങ്ങനെ ആളുകൾ ഓരോരുത്തരായി പിരിഞ്ഞു പോകാൻ തുടങ്ങി. ഇഷ്ടം പോലെ കവറും കിട്ടിയിരുന്നു ശേഖരേട്ടന്റെയും സുമിത്രയുടെയും ഒക്കെ കയ്യിൽ. അവരും അതുപോലെ എല്ലാ ചടങ്ങുകൾക്ക് പോയാലും കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. തന്നെയുമല്ല, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് മേലേടത്ത് ശേഖരനെയും കുടുംബത്തെയും. വീണേ, വാ, ഭക്ഷണം കഴിക്കാം, ഇറങ്ങാൻ സമയമായി വരുന്നു, ഇടയ്ക്ക് ലക്ഷ്മി പോയി ഓർമ്മിപ്പിച്ചു. അപ്പോഴേക്കും വൈശാഖനും അവിടേക്ക് വന്നു. ശ്രീരാജ്, വരൂ, ഇനി കഴിക്കാം. വീണേ, വൈശാഖൻ വിളിച്ചു. അങ്ങനെ അവർ രണ്ടാളും കൂടി വൈശാഖന്റെയും ലക്ഷ്മിയുടെയും ഒപ്പം നടന്നു ചെന്നു. മോളെ, അമ്മ അങ്ങോട്ട് പോവുകയാണേ, അവിടെ ചെന്ന് എല്ലാം റെഡിയാക്കണ്ടേ? വീണയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശ്രീരാജിന്റെ അമ്മ പറഞ്ഞു. ശരിയമ്മേ, അവൾ പുഞ്ചിരിച്ചു. മോളെ ലക്ഷ്മി, നാളെ എല്ലാവരും കൂടി അങ്ങോട്ട് വന്നേക്കണം കേട്ടോ. ഞാൻ അച്ഛനോടും അമ്മയോടുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. വന്നേക്കാം അമ്മേ, നാളെ കാണാം കേട്ടോ. ലക്ഷ്മി അവരുടെ കയ്യിൽ പിടിച്ചു. അങ്ങനെ ഒരു ചടങ്ങ് ഇപ്പോൾ ഉള്ളതാണ്. പെൺകുട്ടിയുടെ വീട്ടുകാർ കല്യാണ ദിവസമോ അതിൻ്റെ അടുത്ത ദിവസമോ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകും. പെണ്ണിനെയും ചെറുക്കനെയും വിരുന്നിനായി ക്ഷണിച്ചിട്ട് തിരിച്ചു പോരും. ലക്ഷ്മിക്കാണെങ്കിൽ കസേരയിൽ ഇരിക്കാൻ വയ്യാത്ത ബുദ്ധിമുട്ടായിരുന്നു. വൈശാഖൻ അവളെ പിടിച്ചാണ് ഇരുത്തിയത്. നീ ഇനി അടങ്ങി ഒതുങ്ങി ഇരുന്നോണം കേട്ടോ. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. വൈശാഖൻ അവളെ ശാസിച്ചു. കുഞ്ഞ് അനങ്ങുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. നിനക്കൊരു ബോധവുമില്ല. ഏട്ടാ, ആ പയ്യൻ കേൾക്കും, ഒന്നും മിണ്ടാതിരിക്ക്. ലക്ഷ്മി അവനെ നോക്കി കണ്ണുരുട്ടി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിന്റെ മുഖം കണ്ടാൽ അറിയാം നിനക്ക് നല്ല ക്ഷീണമുണ്ടെന്ന്. അത് ഇന്നലെ ഉറക്കമിളച്ചത് കൊണ്ടാണ്. നന്നായി ഒന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ പ്രശ്നം തീരും. എന്തിനും നിനക്ക് മറുപടി ഉണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇനി രാത്രിയിൽ കാലിന്റെ മസിൽ കയറുന്നു എന്ന് പറഞ്ഞു വാ, അപ്പോൾ ഞാൻ ബാക്കി പറയാം. വൈശാഖന് തന്നെക്കുറിച്ച് ഓർത്ത് വലിയ ഉത്കണ്ഠയാണെന്ന് ലക്ഷ്മിക്ക് അറിയാം. അതുകൊണ്ടാണ് അവൻ എപ്പോഴും ഇങ്ങനെ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വേഗം വീട്ടിലേക്ക് പൊക്കോളാം ഏട്ടാ. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സുമിത്രയും ശേഖരനും കൂടി വിജിയുടെ ബന്ധുക്കളെയൊക്കെ കണ്ട് സംസാരിക്കുകയാണ്. രാജീവനും ദീപയുമൊക്കെ അവരോട് യാത്ര പറയുവാനായി അവരുടെ അടുത്തേക്ക് വന്നു. അയ്യോ, ഇപ്പോഴേ പോകുവാണോ? വീട്ടിൽ വന്നിട്ട് പോയാൽ പോരെ? സുമിത്ര ദീപയുടെ കയ്യിൽ പിടിച്ചു. ആകെ മടുത്തമ്മേ, ഇനി ഞങ്ങൾ പൊക്കോളാം. ഇടയ്ക്ക് ഒരു ദിവസം ഞങ്ങൾ വരാം, ദീപ പറഞ്ഞു. ഞാൻ രാജീവേട്ടൻ്റെ കൂടെ പോകുക അമ്മേ. ഇനി ലക്ഷ്മിക്ക് അധികം ദിവസം ഇല്ലല്ലോ. അതിനു മുമ്പ് ഞാനും വീട്ടിലേക്ക് വരും. അതേ മോളെ, ഇനിയിപ്പോൾ അതാണ് ആദി. രണ്ടും രണ്ടായി കഴിയുന്നത് വരെ എനിക്ക് സമാധാനമില്ല. ദീപേ, എങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ? രാജീവൻ പറഞ്ഞു. ശരി മോളെ, എന്നാ ചെല്ല് കേട്ടോ. അങ്ങനെ അവരും പിരിഞ്ഞുപോയി. വൈകാതെ വീണയും ശ്രീരാജിനും ഇറങ്ങാനുള്ള സമയമായി. വീണയുടെ മുഖമാകെ വല്ലാണ്ടിരിക്കുകയാണ്. അതേ അവസ്ഥയിലാണ് വിജിയും സുമിത്രയും ഉണ്ണിമോളും എല്ലാവരും. ആരും കരഞ്ഞു പോയേക്കരുത് എന്ന് ശേഖരൻ മുൻകൂട്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. വീണയാണെങ്കിൽ വിജിയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അച്ഛനെ നോക്കാനുള്ള ധൈര്യം അവൾക്കില്ല. പാവം അച്ഛൻ, എന്നും കഷ്ടപ്പാടുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഏട്ടന് ലീവ് കിട്ടാതിരുന്നതിനാൽ എന്നും എല്ലാത്തിനും പാവം അച്ഛനാണ് കഷ്ടപ്പെട്ടത്. അമ്മയാണെങ്കിൽ വീഴാതിരിക്കാൻ ഒരു തൂണിലും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. കരയരുത് എന്ന് പറഞ്ഞാലും തങ്ങളുടെ അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മക്കൾക്ക് എല്ലാവർക്കും അറിയാം. അച്ഛൻ്റെയും അമ്മയുടെയും കാലിൽ തൊട്ട് വന്നിച്ച് ഇറങ്ങാൻ നോക്ക് വേഗം. നാരായണൻ മാമ ധൃതി കൂട്ടി. വീണയുടെ കയ്യിൽ നിന്ന് വിജി മെല്ലെ പിടുത്തം വിട്ടു. ചെല്ലു മോളെ, അവൾ മെല്ലെ മന്ത്രിച്ചു. അച്ഛനോടും അമ്മയോടും അനുഗ്രഹം വാങ്ങുമ്പോൾ വീണയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. എന്തെങ്കിലും പറയും മുമ്പ് ലക്ഷ്മി വന്ന് അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. വരൂ, വന്ന് കാറിൽ കയറ്, സമയമായിരിക്കുന്നു, ലക്ഷ്മി പറഞ്ഞു. അപ്പോഴേക്കും വൈശാഖൻ കാറിന്റെ ഡോർ തുറന്നു കൊടുത്തു. നിറഞ്ഞു തൂകിയ കണ്ണുകളുമായിട്ട് വീണ വന്ന് കാറിൽ കയറി. സുമിത്രയുടെയും വിജിയുടെയും ഉണ്ണിമോളുടെയും ഒക്കെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ചേച്ചി, ഒന്ന് കൈവീശി കാണിക്കുമോ രണ്ടാളും? വീഡിയോഗ്രാഫർ പയ്യൻ വീണയോട് പറഞ്ഞു. വീണയും ശ്രീരാജും എല്ലാവരെയും കൈവീശി കാണിച്ചു. അപ്പോഴേക്കും ഡ്രൈവർ കാർ മുന്നോട്ടെടുത്തു കഴിഞ്ഞു. വിജിയുടെ കല്യാണത്തിന് സുമിത്ര ബോധം കെട്ടു പോകുമെന്ന് ഓർത്തതാ ഞാൻ. മാലതി ചിരിച്ചു. ഇതിപ്പോൾ ലക്ഷ്മി ഉണ്ടായിരുന്നത് കൊണ്ടാണ്. മോള് വേഗം തന്നെ വീണയെ കാറിൽ പിടിച്ച് കയറ്റിയില്ലേ? ശേഖരന്റെ പെങ്ങൾ ഗിരിജയുടെ അഭിപ്രായമായിരുന്നു അടുത്തത്. ശേഖരൻ മെല്ലെ ഓഡിറ്റോറിയത്തിന്റെ ഒരു കോണിലേക്ക് നടന്നുപോയി. സുമിത്രയുടെ കൂടെ ഉള്ളവർ ആരാണ്? ഒരു സിസ്റ്റർ വന്ന് വിളിച്ചു ചോദിച്ചു.
വീണയെയും ഒക്കത്ത് വെച്ചുകൊണ്ട് താനും സുമിത്രയുടെ അമ്മയും വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ആ കുരുന്നിന്റെ മുഖം ഇന്നലെ എന്നതുപോലെ ഇന്നും തന്റെ കണ്ണിൽ തെളിഞ്ഞു കാണുന്നു. അവൾ ആദ്യമായി പിച്ച വെച്ചത് ഈ കയ്യിൽ പിടിച്ചാണ്. അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് എന്തിനും തന്റെ പിറകെ ഓടി വന്ന ആ പട്ടുപാവാടക്കാരി. ആദ്യമായി അവളെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടതും കോളേജിലേക്കുള്ള അഡ്മിഷനായി അവളുമായി പോയതും അവൾ ഇന്ന് മറ്റൊരാളുടെ ഭാര്യയായിരിക്കുന്നു. ഈശ്വരാ, തന്റെ കുഞ്ഞിനെ കാത്തുരക്ഷിക്കണേ, അതുപോലെ അവളുടെ ഭർത്താവിനെയും ആ കുടുംബത്തെയും. അയാൾ കണ്ണുകൾ ഇറുക്കെ അടച്ചു. എത്രയൊക്കെ നിയന്ത്രിച്ചിട്ടും ശേഖരന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ചുമരിൽ ഒരു കരസ്പർശം. അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. വൈശാഖനായിരുന്നു അത്. അച്ഛൻ ഇവിടെ വന്ന് ഇരിക്കുകയാണോ? വരൂ, നമുക്ക് കഴിക്കാം. അച്ഛനും നല്ല വിഷമമുണ്ടെന്ന് അവനറിയാമായിരുന്നു. ഞാൻ വരാം, മോൻ പൊയ്ക്കോ, അയാൾ പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, അച്ഛൻ വരൂ. എല്ലാവരും അച്ഛനെ നോക്കിയിരിക്കുകയാണ്. മകൻ കുറേയേറെ തവണ നിർബന്ധിച്ചപ്പോൾ അയാളും മകനൊപ്പം പോയി. എങ്കിലും അയാളുടെ മനസ്സിലെ നീറ്റൽ വിട്ടുമാറിയില്ല. ആരവങ്ങളും ആർപ്പുവിളികളും ഒക്കെയായി അങ്ങനെ വീണയുടെ കല്യാണം കഴിഞ്ഞു. വൈകിട്ടോടുകൂടി എല്ലാവരും മേലേടത്തേക്ക് എത്തിച്ചേർന്നു. വീണ പോയതുകൊണ്ട് എല്ലാവർക്കും വിഷമമുണ്ടായിരുന്നു. ഉണ്ണിമോൾക്കായിരുന്നു കൂടുതൽ സങ്കടം. കാരണം അവർ രണ്ടാളും എപ്പോഴും ഒരുമിച്ചായിരുന്നു. പിന്നെ വീണയെ എല്ലാവരും ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അവൾ വളരെ സന്തോഷത്തിലാണെന്ന് അവർക്ക് ബോധ്യമായി. തിരികെ റൂമിലെത്തിയതും ദേഹം കഴുകി അപ്പോൾ തന്നെ കിടന്നതാണ് ലക്ഷ്മി. അവൾ വല്ലാതെ മടുത്തിരിക്കുന്നു. കാലും കൈയും എല്ലാം വേദനയെടുക്കുകയാണ്. കുഞ്ഞാവേ, അച്ചേടെ പൊന്നേ, തക്കുടുമുത്തേ, വൈശാഖൻ ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്ന് വിളിച്ചു. നീ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ പെണ്ണേ? ഓ എൻ്റെ ഏട്ടാ, വല്ലാത്ത തലവേദന, ഒന്ന് ഉറങ്ങിയാൽ മാറും. അവൾ പിറുപിറുത്തു. ഓക്കെ, എങ്കിൽ നീ ഉറങ്ങിക്കോ. അവനും കുളിച്ച് വേഷം മാറാനായി വാഷ്റൂമിലേക്ക് പോയി. വീണയുടെ വീട്ടിലേക്ക് എല്ലാവരും അടുത്ത ദിവസം പോയിരുന്നു. 4-ാം ദിവസം അവർ രണ്ടാളും കൂടി മേലിടത്തേക്ക് വന്നു. കുശാലായിട്ടാണ് സുമിത്ര വിരുന്നൊരുക്കിയത്. കരിമീനും വരാലും കണവയും ഞണ്ടും താറാവും എന്ന് വേണ്ട എല്ലാം ഉണ്ടായിരുന്നു ഊണുമേശയിൽ. ശ്രീരാജാണെങ്കിൽ വളരെ നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. വൈശാഖനെ പോലെ ഒരു ദുശ്ശീലവും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ. വീണയാണെങ്കിൽ കുറച്ചുകൂടി മുഞ്ചത്തിയായിരിക്കുന്നു എന്ന് ലക്ഷ്മി പറഞ്ഞു. 2 ദിവസം കൂടി നിന്നിട്ടാണ് വീണയും ശ്രീരാജും മടങ്ങിയത്. അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ടിരുന്നു. വൈശാഖൻ പതുപോലെ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. ലക്ഷ്മിക്ക് ഡേറ്റ് അടുത്തു വന്നിരിക്കുന്നു. ഇനി എപ്പോൾ വേണമെങ്കിലും ആകാമെന്ന് ഡോക്ടർ രേണുകാ മേനോൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയാണ് സുമിത്ര ഇരിക്കുന്നത്. അശോകനും ശ്യാമളയും ഏറെ നിർബന്ധിച്ചെങ്കിലും ലക്ഷ്മി അവരുടെ ഒപ്പം പോകാൻ തയ്യാറായില്ല. കാരണം വൈശാഖേട്ടൻ്റെ ഒപ്പം ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്നാണ് അവളുടെ ആഗ്രഹം. അതെന്തായാലും നടക്കില്ല എന്ന് ഒരു ദിവസം ശ്യാമള അവളോട് പറഞ്ഞു. കാരണം വൈശാഖൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ് നിനക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു എങ്കിലോ? അമ്മ അങ്ങനെ ചോദിച്ചതിൻ്റെ പേരിൽ ലക്ഷ്മി 2 ദിവസം ശ്യാമളോട് പിണങ്ങിയിരുന്നു. ഒരു ദിവസം വൈകുന്നേരം വൈശാഖൻ വീട്ടിലേക്ക് പോരാനായി ഇറങ്ങുകയായിരുന്നു. അപ്പോഴാണ് അവന് അച്ഛൻ്റെ ഫോൺ കോൾ വന്നത്. മോനെ, ലക്ഷ്മി മോളെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു. നീ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരുമോ? അച്ഛൻ്റെ വാക്കുകൾ കേട്ടതും വൈശാഖൻ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അമ്മയും അച്ഛനുമൊക്കെ ലേബർ റൂമിൻ്റെ വാതിക്കലുണ്ട്. ലക്ഷ്മിയുടെ അച്ഛനും അമ്മയും വൈകാതെ എത്തിച്ചേരുമെന്ന് അച്ഛൻ അവനോട് പറഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു മോനെ. പെട്ടെന്നാണ് വയറിന് വേദന പോലെ തോന്നിയത്. കുഴപ്പമില്ലായിരിക്കും എന്ന് പറഞ്ഞ് മോള് കട്ടിലിൽ പോയി കിടന്നതാണ്. പക്ഷേ വേദന വിട്ടുവിട്ട് വന്നു. പിന്നെ വേഗം ഞങ്ങൾ കാർ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പോരുമായിരുന്നു, സുമിത്ര മകനോട് പറഞ്ഞു. കുഴപ്പം വല്ലതും ഉണ്ടോ അമ്മേ? ഡോക്ടർ എന്താ പറഞ്ഞത്? ഡേറ്റ് ആയിരിക്കുന്നതല്ലേ, സമയമായി കാണും എന്നാണ് ഒരു സിസ്റ്റർ പറഞ്ഞത്. ഡോക്ടറെ വിളിച്ചിട്ടേയുള്ളൂ, ഇതുവരെ വന്നില്ല. അവളെ കണ്ടോ അമ്മ പിന്നെ? ഇല്ല മോനെ. അപ്പോഴേക്കും ശ്യാമളയും അശോകനും എത്തിച്ചേർന്നു. ചേച്ചി, അവൾക്ക് എങ്ങനെയുണ്ട്? ചെറിയ വയറുവേദനയും നടുവേദനയുമായിരുന്നു. പിന്നെ വേദന കൂടി വന്നപ്പോൾ വേഗം ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. എൻ്റെ ദൈവമേ, എല്ലാം പെട്ടെന്നൊന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. ശ്യാമളയാണെങ്കിൽ ആകെ പരവേശപ്പെട്ടിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു സിസ്റ്റർ ഡോർ തുറന്നു വെളിയിലേക്ക് വന്നു. ലക്ഷ്മിയുടെ കൂടെ ഉള്ളവർ ആരാണ്? എന്താണ് സിസ്റ്റർ? സുമിത്രയാണ് ആദ്യം ഓടിച്ചെന്നത്. ഇതാ ലക്ഷ്മിയുടെ ഡ്രസ്സാണ്, അവർ ഒരു കവർ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. സിസ്റ്റർ, അവൾക്ക് എങ്ങനെയുണ്ട്? വൈശാഖൻ അവരുടെ മുഖത്തേക്ക് നോക്കി. ഡോക്ടർ വന്നതേയുള്ളൂ, നോക്കിക്കൊണ്ടിരിക്കുക. അവർ അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. ഏതോ ഒരു റൂമിൽ നിന്ന് പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതും വൈശാഖൻ ചുറ്റും നോക്കി. സമയം പിന്നിട്ടുകൊണ്ടിരുന്നു. ഒന്നും ആയില്ല. ഈ ഒരു ഡയലോഗ് കേൾക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി.
വൈശാഖനാണെങ്കിൽ വരാന്തയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉഴറി നടക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞതും ഡോക്ടർ വൈശാഖനെ അകത്തേക്ക് വിളിപ്പിച്ചു. ഹലോ വൈശാഖ്, പ്ലീസ് സിറ്റ് ഡൗൺ. അവൻ മെല്ലെ കസേരയിലേക്ക് ഇരുന്നു. ഡോക്ടർ, അവൾക്ക് എങ്ങനെയുണ്ട്? ലക്ഷ്മിക്ക് കുറച്ച് താമസം വരും. പ്രൈമി അല്ലേ? സോ വൈശാഖിനെ കാണണോ ലക്ഷ്മിയെ? യെസ് ഡോക്ടർ. ഓക്കെ. സിസ്റ്റർ മേഴ്സി, അവർ വിളിച്ചപ്പോൾ ഒരു സിസ്റ്റർ പുറത്തേക്ക് വന്നു. ലക്ഷ്മിയുടെ ഹസ്ബൻഡാണ്, ഒന്ന് കൊണ്ടുപോയി കാണിക്ക്. അവരുടെ പിറകെ വൈശാഖൻ നടന്നുപോയി. ഒരു പച്ച ഗൗൺ ഇട്ടുകൊണ്ട് ചരിഞ്ഞു കിടക്കുകയാണ് ലക്ഷ്മി. വയറാണെങ്കിൽ ഒരുപാട് താഴ്ന്നതുപോലെ അവന് തോന്നി. അവനെ കണ്ടതും ചുണ്ടിൽ ഒരു വരണ്ട ചിരി വിടർന്നു. എങ്ങനെയുണ്ട് ലക്ഷ്മി? അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. വലിയ വേദനയൊന്നുമില്ല ഏട്ടാ. അവൾ ചെറുതായി ഒന്ന് മന്ദഹസിച്ചു. എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യുക. അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ട്. ആണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല ഏട്ടാ. കുറച്ചു സമയം അവൻ അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഇനി പുറത്തേക്ക് പൊയ്ക്കോളാൻ ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞപ്പോൾ അവൻ മെല്ലെ പുറത്തേക്കിറങ്ങി. ഓ, ഇത്രയേ ഉള്ളൂ ഈ പ്രസവവേദന? താനാണെങ്കിൽ അലറിക്കളയുന്ന ലക്ഷ്മിയായിരുന്നു പ്രതീക്ഷിച്ചത്. മോനെ, ലക്ഷ്മി മോൾക്ക് എങ്ങനെയുണ്ട്? സുമിത്രയും ശ്യാമളയും കൂടി ഓടി അടുത്തേക്ക് വന്നു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ ഹാപ്പിയായിട്ട് കിടക്കുന്നു, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ ഉണ്ണിക്കണ്ണാ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു. വലിയ കുഴപ്പമൊന്നും കൂടാതെ എൻ്റെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് തരണം എൻ്റെ കയ്യിലേക്ക്. സുമിത്ര മുകളിലേക്ക് നോക്കി കണ്ണടച്ചു. ആൺകുട്ടിയായിരിക്കും ചേച്ചി, അതുകൊണ്ടാണ് അവൾക്ക് വലിയ കുഴപ്പമില്ലാത്തത്. അവനൊന്ന് ചാടി മറിഞ്ഞ് പെട്ടെന്നിങ്ങ് പോരും. അത് കേട്ടതും വൈശാഖന്റെ മനസ്സിൽ എവിടെയോ ഒരു നൊമ്പരം. സത്യമാണ് ശ്യാമളെ, ഞാനും അത് ഓർത്തു. കുറച്ചു ദിവസമായിട്ട് അവളുടെ വയർ നോക്കുമ്പോൾ എനിക്കും തോന്നിയിരുന്നു ഇത് ആൺകുട്ടിയാണെന്ന്. എന്തെങ്കിലും ആകട്ടെ, നിങ്ങൾ രണ്ടും ഒന്ന് നിർത്തുമോ? വൈശാഖൻ മനസ്സിൽ പിറുപിറുത്തു. ഉണ്ണിമോൾ വീട്ടിൽ തനിച്ചായതുകൊണ്ട് ചെറിയച്ഛൻ്റെ വീട്ടിലേക്ക് പൊയ്ക്കോളാൻ ശേഖരൻ അവളോട് വിളിച്ചു പറഞ്ഞു. വിജിയും വീണയുമെല്ലാം തുരുതുരെ ഫോൺ ചെയ്യുന്നുണ്ട്. ലക്ഷ്മിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്നറിഞ്ഞതിൽ അവർക്ക് എല്ലാവർക്കും സന്തോഷമായി. ശേഖരേട്ടാ, എന്നാ വരൂ, നമുക്കൊരു ചായ കുടിക്കാം. വൈശാഖ്, വരൂ മോനെ. നീയും ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് അല്ലേ വന്നത്? അശോകൻ അവർ രണ്ടാളുമായി അടുത്തുള്ള കോഫി ഹൗസിലേക്ക് പോയി. ചായയൊക്കെ കുടിച്ച് കുറച്ച് സംസാരിച്ചതിന് ശേഷം സ്ത്രീകൾക്ക് രണ്ടാൾക്കുമുള്ള ചായയും പലഹാരവുമൊക്കെ പാഴ്സൽ മേടിച്ചു കൊണ്ടാണ് അവർ തിരികെ വന്നത്. മണിക്കൂറുകൾ പിന്നിട്ടു. 5 മണി കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയതാണ്. ഇപ്പോൾ സമയം 11:45 കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ലേബർ റൂമിന് മുന്നിൽ കാത്തിരിക്കുകയാണ്. വേദന വന്നുപോയി നിൽക്കുന്നു എന്നാണ് ഇടയ്ക്ക് വൈശാഖ് ഡോക്ടറെ കണ്ടപ്പോൾ അവർ പറഞ്ഞത്. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അകത്തുനിന്ന് സിസ്റ്റർ ഇറങ്ങി വന്ന് വൈശാഖനെ വീണ്ടും വിളിച്ചു. ആ കുട്ടി കിടന്ന് ബഹളം വയ്ക്കുകയാണ്, താങ്കളെ കാണണമെന്ന് പറഞ്ഞ്. ഒന്ന് വരുമോ? സിസ്റ്റർ അവനോട് പറഞ്ഞു. അകത്തേക്ക് കയറിയതും ലക്ഷ്മിയുടെ വാവിട്ടുകൊണ്ടുള്ള കരച്ചിലാണ് കേട്ടത്. അവൻ്റെ വയറ്റിൽ ഒരാന്തലായിരുന്നു. ദേ, ഹസ്ബൻഡ് വന്നല്ലോ. ഇത്രയും നേരം ലക്ഷ്മിക്ക് ഹസ്ബൻഡിനെ കാണണം എന്ന് പറഞ്ഞ് വഴക്കായിരുന്നു. ഇനി സന്തോഷമായില്ലേ? ഡോക്ടർ രേണുക അവളുടെ അടുത്ത് ഇരിപ്പുണ്ട്. ലക്ഷ്മി എന്ന് വിളിച്ചുകൊണ്ട് വൈശാഖൻ വിറയ്ക്കുന്ന കാലടികളോടെ അവളുടെ അടുത്തേക്ക് ചെന്നു.